ഈ മൂന്നടി വഴിയിലോടത്തേക്ക് ആരെ ലോൺ കൊടുക്കണേ? നമ്മുടെ പഴയ മാനേജർമാരല്ലേ? അറിയാലോ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്. ഡിമാൻഡ് നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ടല്ലോ. പൊസഷൻ നോട്ടീസ് ഒട്ടിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അടുത്ത മാസം എന്തായാലും ജപ്തി ഉണ്ടാവും. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആവാറായി സേവിയേ. ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ 10-35 കൊല്ലം മുന്നത്തെ ക്രിസ്മസ് ഓർമ്മയായിരുന്നു. അതൊരു ക്രിസ്മസ് തന്നെയായിരുന്നു. ശരി തന്നെയായിരുന്നു. നമുക്കേ പണ്ടത്തെ പോലെ കരോൾ ഡ്രസ് ഇട്ടൊന്ന് ഇറങ്ങിയാലോ? നമ്മള് ക്രിസ്മസ് പാപ്പയായാലേ തന്തവയെന്ന് പറയാ പിള്ളേര്. ഒരു 2 ദിവസം മുന്നേ നമുക്ക് ചായ ക്ലബ് എന്നും പറഞ്ഞിട്ടേ ഒന്നങ്ങോട്ട് ക്രിസ്മസിന് മുന്നേ ഒന്നും ഇറങ്ങിയാ ഇങ്ങനെ ഉണ്ടാവും ചോദിട്ടാ. എന്താ സേവിയെ ഒന്ന് നോക്കല്ലേ? ഒരു കടുപ്പത്തിലൊരു ചായ ആയിക്കോട്ടെട്ടാ. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ സാബുവിന്റെ വീട്ടില് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. 1 മാസത്തിന്റെ ഉള്ളിൽ ഇറങ്ങണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ആരുടെ വീട്ടില്? നമ്മുടെ കാപ്പിപ്പൊടി സാബു ഇല്ലേ, അവന്റെ വീടാണ്. അവന് എത്ര അധികം കടണ്ടായിരുന്നു. ആളൊരു അഭിമാനിയാണ്. നമ്മളാരെങ്കിലും സഹായിക്കാന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും അവ ഒഴിഞ്ഞു മാറും. ഈ അവസ്ഥയില് ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാ അവൻ വേണ്ടാന്ന് പറയൂ. ഈ കാര്യം മോനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലേ കാശ് സംഘടിപ്പിക്കണമെങ്കിൽ ഈ നാട്ടില് മോനിച്ച് തന്നെ വിചാരിക്കണം. എന്നാ ഞാനെണ്ട ഇറങ്ങുക. ഈ കാര്യം നമുക്ക് കരോളിന് കാണുമ്പോൾ സംസാരിക്കാം. സാബുവോ? ആ നിക്ലോസ് ഏട്ടനാ, വായ് വായ് ഇരിക്കി. അതേ, ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നത് ഞാൻ ഇന്ന് അറിഞ്ഞത്. ബാങ്കിന്റെ പലിശ പെരുകി. ഇനിയിപ്പോ എന്താ ചെയ്യാ നിക്കോളാസ് ഏട്ടാ? ഒരു പിടുത്തം കിട്ടുന്നില്ല. എല്ലാം ശരിയാവൂടാ. ഇനി നമുക്കൊരു മാസം സമയമുണ്ടല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടാ. ഒക്കെ ശരിയാവൂടാ സാബു. ഓക്കെ നിക്കോളാസ് ഏട്ടാ. ശരിയാവും കേട്ടോ. ഭീഷേ, നിന്നെ ഞാൻ ഈ കറങ്ങണ കസേരയില് കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കണതേ ഈ കച്ചവടം നടത്താനല്ല, മുടക്കാനാ. അബുവിന്റെ സ്ഥലവും വീടും വേറെ ആരെയും കയ്യിലോട്ട് പോകരുതിട്ടാ. സ്ഥലം ലേലത്തിന് വന്നോട്ടെ, പിന്നത്തെ കാര്യം മോനിച്ചനേറ്റു. ഇന്നെന്താ ചായ കുടി കഴിഞ്ഞ് വരാൻ വൈകിയേ? ഒന്നും പറയണ്ട. ഞാൻ സാബുവിന്റെ വീട്ടിലൊന്ന് കയറി. ജെയിംസ് പറഞ്ഞിട്ട് അറിഞ്ഞത് സാബുവിന്റെ വീട് ജപ്തിയാണെന്ന്. എന്തെങ്കിലും സഹായം ചെയ്യാന്ന് വെച്ചാ സാബു അത് വാങ്ങോ? അവനതൊരു കടപ്പാട് പോലെയാകില്ലേ? അതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. സാബു അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾ ആരുടെ മുമ്പിലും ഇതുവരെ സഹായത്തിന് കഴിഞ്ഞിട്ടില്ലേ. ഈ ക്രിസ്തുമസിന് നമ്മള് ബദ്ലേമിലേക്ക് പോകാൻ ഒരു 5 ലക്ഷം ഉറുപ്പ്യ കരുതിണ്ടായിരുന്നില്ലേ ആൽസി? ചേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? നമ്മുടെ ജീവിതത്തില് ഈശോയ്ക്ക് ഒരു കൊച്ചു വീട്. ബദ്ലേമിൽ പോയി ഉണ്ണീശോയെ കാണിക്ക ബോധം സാബുവിനൊന്നും സഹായിക്കില്ലല്ലേ? അത് മതി ചേട്ടാ, അതാണ് യഥാർത്ഥ ക്രിസ്മസ്. ഭീഷേ, നീ ജപ്തി കണ്ടുണ്ടാ? ഇതോ നമ്മുടെ സാബുവിന്റെ വീട്ടിലെ വക്കീലും പോലീസും കൂടിയിട്ടാണ് കേറിയിട്ടുണ്ട്. പോയി കണ്ടാലോ? ഒന്ന് തട്ടി നോക്കി. ABD ബാങ്കിൻ്റെ വടക്കേക്കാട് ബ്രാഞ്ചിൽ നിന്നും ലോൺ എടുത്ത സംഖ്യ വീഴ്ച വന്നതിനാൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുവാൻ കോടതി ഉത്തരവുണ്ട്. ദയവായി സഹകരിക്കണം. ഇവിടെ ഒരു നോട്ടീസ് വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ആരെ കീറി കളഞ്ഞ ഇവിടെ കാണാമല്ലോ. അതെ,
വീട് പൂട്ടി സീൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആവശ്യ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോളൂ. അല്ല, നമ്മുടെ സാബു എവിടെയാ? സാബു ചേട്ടൻ പുറത്തേക്ക് പോണ കണ്ടു. എങ്ങടെ പോണേന്ന് പറഞ്ഞില്ല. സാബുവിനൊന്ന് ഫോൺ ചെയ്യാറുന്നില്ലേ? അയ്യോ, ആള് ഫോൺ എടുത്തിട്ടില്ല ഞാൻ തോന്നുന്നു. ആള് വല്ല ട്രെയിനും തല വെച്ച് കാണും. സാറേ, ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ലല്ലോ. ഫോൺ സൈലന്റിലായിരുന്നു. സാബ് കുറച്ച് മുന്നേ ബാങ്കിൽ വന്നിരുന്നു. അടയ്ക്കാനുള്ള കുടിശ്ശിക അടച്ചു തീർത്തു. ഹെഡ് ഓഫീസിൽ നിന്ന് ജപ്തി ഒഴിവാക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ഇതൊന്നും നേരത്തെ ചെയ്താൽ മതിയായിരുന്നോ? ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? രാജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വേഗം പോടാ. ഗേൾസിയെ ആ തൊപ്പി മണി ഇങ്ങോട്ട് എടുത്തേ. ഈ വയസ്സാം കാലത്തിന്റെ വല്ല കാര്യമുണ്ടാ? നിനക്ക് അറിയില്ലടേ ഞങ്ങളുടെ വയസ്സായിട്ട് ആഗ്രഹമൊന്നും. സാന്ത റെഡിടാ, നമുക്ക് ഇറങ്ങടാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ ആ പാട്ടിരുന്നോ രാജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിലും പെണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിനും പെണ്ണിനും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിനും പെണ്ണിനും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിനും വെണ്ണിനും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കുറച്ചു നേരമായല്ലോ ചേട്ടാ ഫോൺ അടിക്കുന്നത്. ഹലോ, ആ വർഗീസ് ചേട്ടാ. പൈസ ഒന്നും ശരിയായിട്ടില്ല വർഗീസ് ചേട്ടാ. ബാങ്കിൽ നിന്നുള്ള ലോണുള്ള കാരണം, ഈ ജപ്തിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാവരും നല്ല ചവിട്ടോട്ടിട്ടാണ് ചോദിക്കണത്. നോക്കി നോക്കാം എന്തായാലും. കരോൾക്കാരുടെ ആരുടെ സഞ്ചി ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടല്ലോ. റബ്ബാരും പള്ളിക്കാരുമായിട്ട് കുറെ പേര് കയറി ഇറങ്ങിയിട്ടുള്ളതാ. ആരുടെയെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇത് കണ്ടുപിടിക്കുക. മറന്നു വെച്ചോരോ ആരെങ്കിലൊക്കെ വന്നിട്ട് എടുത്തോളും. ഇതിലൊരു പേപ്പർ കാണാനുണ്ടല്ലോ. എന്താ പ്രിയപ്പെട്ട സാബു, ഇപ്പോഴത്തെ ഈ വിഷമഘട്ടം തരണം ചെയ്യുന്നതിന് നിനക്കായി ഒരു ക്രിസ്തുമസ് സമ്മാനം. ഈ ക്രിസ്തുമസ് ദിനത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയൊരു തിരുപ്പിറവി നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആശംസകളോടെ സീക്രട്ട് സാന്ത.